ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ നമ്മുടെ വീഡിയോൻ്റെ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് വന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 questions നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഞ്ച് ചോദിച്ചോളൂ. ഐ ടേക്ക് ബാക്ക് വാട്ട് ഐ സെഡ്. നമ്മുടെ കുറേ വീഡിയോസിൻ്റെ താഴെ ഒരേ ആൾ വീണ്ടും ഇത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഐ ടേക്ക് ബാക്ക് വാട്ട് ഐ സെഡ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള മീനിങ് ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അതായത് ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തു എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അത് പറയേണ്ടതല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാനത് തിരിച്ചെടുത്തു എന്നല്ല പറയുമല്ലോ. അപ്പം നമുക്ക് ഐ ടേക്ക് ബാക്ക് വാട്ട് ഐ സെഡ് എന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇതെൻ്റെ തന്നെ വീഡിയോൻ്റെ താഴെ വന്നൊരു കോമൻ്റ് ആണ്. മൈസെൽഫ് ആൻഡ് മൈ ഫ്രണ്ട് ഇസ് ഗോയിങ് ടു വാച്ച് എ മൂവി. കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് അല്ല. നമ്മൾ ആ വീഡിയോയിൽ തന്നെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ വരുന്ന സമയത്ത് മൈ ഫ്രണ്ട് ആൻഡ് ഐ, ഇപ്പോൾ ഫ്രണ്ടിൻ്റെ ഇതാണ് പറയുന്നതെങ്കിൽ മൈ ഫ്രണ്ട് ആൻഡ് ഐ എന്ന് പറയാം. ഇനിയിപ്പോൾ ഫ്രണ്ടിന് പകരം ഇപ്പോൾ ഫാദറാണ്, മദറാണ്, ആരാണെങ്കിലും മൈ ഫാദർ ആൻഡ് ഐ അല്ലെങ്കിൽ മൈ മദർ ആൻഡ് ഐ അങ്ങനെയാണ് നമ്മൾ പറയുക. മീ ആൻഡ് മൈ ഫ്രണ്ട് എന്ന് നമ്മൾ പറയുന്നത് കൂടുതൽ എന്നെയും എൻ്റെ സുഹൃത്തിനെ കുറിച്ച് എന്തെങ്കിലും. ഇനി മൈസെൽഫ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പം ഞാൻ തന്നെ സ്വയം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഐ വാസ് എ ബിറ്റ് റഷ് എന്ന് പറയാൻ പറ്റുമോ? ഐ വാസ് എ ബിറ്റ് റഷ് എന്ന് പറയുമ്പം അത് ആക്ച്വലി മീനിങ്ങിന് വരുന്നത് ഞാൻ കുറച്ച് തിരക്കാണെന്നാണ്. ഞാൻ കുറച്ച് തിരക്കാണെന്നല്ലല്ലോ, ഞാൻ കുറച്ച് തിരക്കിലാണെന്നല്ലേ പറയാ. ഞാൻ കുറച്ച് തിരക്കിലാണെന്നൊക്കെ പറയുമ്പം ഐ വാസ് ഇൻ a bit of a rush എന്ന് പറയാം. I was in a rush എന്ന് പറയാം. ഹറി അങ്ങനെയൊക്കെ പറയാം. സിമ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നീ നന്നാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാവും എന്നെങ്ങനെ പറയും? അപ്പോൾ ഇത് നമുക്ക് 2 രീതിയിൽ വ്യാഖ്യാനിക്കാം അല്ലേ. ഒന്നെന്ന് വെച്ചാൽ ലൈഫിൽ ഇപ്പോൾ സക്സസ്ഫുൾ ആവാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പേഴ്സണാലിറ്റി വൈസ് നീ കുറച്ചുകൂടെ നന്നായിക്കൂടെ എന്നൊക്കെ ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റത്തെ ഇത് നമുക്ക് നീ നന്നാവുകയാണെങ്കിൽ എന്ന് പറയുമ്പം ഇഫ് യു സക്സീഡ് വിൽ ബി ഹാപ്പി എന്ന് പറയാം. ഇത് ലൈഫിൽ സക്സസ് ആവാണ് എന്നുള്ളൊരു മീനിങ്ങിൽ. അല്ലെങ്കിൽ ഇപ്പം നീ ഒരു പേഴ്സൺ ആയിട്ട് ഒരാളെന്നുള്ള നിലയിൽ അപ്പം നീ നന്നാവുകയാണെങ്കിൽ എന്ന് പറയുമ്പം ഇഫ് യു ബിക്കം എ ബെറ്റർ പേഴ്സൺ അങ്ങനെ പറയാം. ഇഫ് യു ബിക്കം എ ബെറ്റർ പേഴ്സൺ വിൽ ബി ഹാപ്പി എന്ന് പറയാം. പിന്നെ ഗെറ്റ് ബെറ്റർ എന്നൊക്കെ പറയുമ്പം അസുഖം ഉണ്ടായിട്ട് അത് കുറച്ച് ബെറ്റർ ആവുകയാണെങ്കിൽ എന്നുള്ള മീനിങ് വരും. നേരത്തെ എന്നോട് ഞാൻ ചോദിക്കാം. ക്യാൻ ആൻഡ് വിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്യാൻ ആൻഡ് വിൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി കേൾക്കുമ്പോൾ സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ വില്ല് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യും, എൻ്റെ വില്ലിങ്നെസ് പറയുമ്പോഴാണ് ഞാൻ വില്ല് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഐ വിൽ വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കും. അപ്പോൾ അവിടെ നമുക്ക് വിൽ യൂസ് ചെയ്യാം. പക്ഷെ ക്യാൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു എബിലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ, അതായത് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ക്യാൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ വാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ക്യാനും വില്ലും ഇങ്ങനെ മാറി യൂസ് ചെയ്യാം. അപ്പോൾ ഒന്ന് എബിലിറ്റിയും ഒന്ന് വില്ലിങ്നെസ്സും ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കോമെന്റ് ചെയ്യാം. വേറെ റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കോമെന്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് ഷഫ്ന, ദിസ് ഇസ് അഞ്ജു, സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. English Mithra. Stop worrying, start learning.